ഇന്ത്യയിലെ ആദ്യത്തെ ഹണി മ്യൂസിയാണ്. ഏഷ്യയിലെ ആദ്യത്തെയാണ്. ലോകത്തെ രണ്ടാമത്തെ ഹണി മ്യൂസിയാണ്. ഇതാണ് റോയൽ ജെല്ലി എന്ന് പറയുന്നത് അല്ലേ? സ്ഥിരമായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യുവത്വം നശിക്കൂലാണ്. എങ്ങനെയാണുള്ളത് അതേപോലെ നിൽക്കുന്നതാണ്. നമ്മൾ ഈ റോട്ടിൽ നിന്നൊന്നും വാങ്ങരുത് എന്ന് പറയുന്ന ഈ ഒരു കാര്യമാണ്. 6 മണിക്കൂർ പ്രോസസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഇവിടുന്ന് നമുക്ക് ലഭ്യമാകുന്നത്. പത വരുന്ന തേനൊക്കെ പലരും കഴിക്കാറുണ്ട്. ഇത് കളയുണ്ടാവും വിചാരിച്ചിട്ട് ദയവ് ചെയ്ത് കഴിക്കരുത്. ശരിക്കും തേൻ ഡയബറ്റിക്കുള്ളവർക്ക് കഴിക്കാമെന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം എന്താണ്? നിർബന്ധമായിട്ടും അറിഞ്ഞു വെക്കുക. ലാബ് ടെസ്റ്റ് അല്ലാതെ ഒരു ഐഡിയയിലും ചെപ്പടി വിദ്യയിലും ഹണി ഒറിജിനലാണെന്ന് നമുക്കറിയാൻ സാധിക്കില്ല. ഇത് ഉസ്മാൻ ബദാരി എന്ന് പറയുന്ന ഒരാളുടെ സംരംഭമാണ് ഈ ഹണി മ്യൂസിയം എന്ന് പറയുന്നത്. ഇത് വയനാട്ടിലൊക്കെ തേനുകൾ സുലഭമായിട്ട് കിട്ടുമെങ്കിലും നമുക്ക് ഒറിജിനൽ ഹണി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അന്ന് വയനാട്ടിൽ ഒറിജിനൽ ഹണി വേണ്ട ആളുകൾ, വയനാട്ടിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഒറിജിനൽ ഹണി വേണം എന്ന ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് ആ ഒരു തേൻ എങ്ങനെ ഏറ്റവും പ്യുവറായിട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ഗവേഷണം നടത്തി തുടങ്ങിയ ഒരു മ്യൂസിയമാണ് ഹണി മ്യൂസിയം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഹണി മ്യൂസിയാണ്. ഏഷ്യയിലെ ആദ്യത്തെയാണ്. ലോകത്തെ രണ്ടാമത്തെ ഹണി മ്യൂസിയാണ്. തായ്വാനിലാണ് ഒന്നാമത്തെ. സെക്കൻഡ് ഈ നമ്മുടെ വയനാട്ടിലാണ്. അതെ. എൻ്റെ കൂടെ ഉള്ളത് ആഷിമാണ്. ആഷിമാണ് ഇവിടുത്തെ സ്റ്റോർ മാനേജർ. വയനാട് പഴയ വൈത്തിരിയിലാണ് ഈ സ്ഥാപനം ഉള്ളത്. ഇതാണ് റോയൽ ജെല്ലി എന്ന് പറയുന്നത് അല്ലേ? അതെ. റോയൽ ജെല്ലി എന്ന് പറയുന്നത് ശരിക്കും തേനീച്ചകളുടെ തലച്ചോറിൽ നിന്നുണ്ടാവുന്ന ഒരു സെഗ്രിഗേഷനാണ്. എല്ലാ പെൺ തേനീച്ചകൾ ജനിക്കുമ്പോഴും അതിന്റെ തലച്ചോറിൽ നിന്ന് ഉരുകി ഒലിച്ചു വരുന്ന ഒരു ജെല്ലിയാണ് ഇത്. ശരിക്കും 21 ദിവസം വരെയാണ് അത് ഉരുകി ഒലിക്കുക. ഇതിൽ നിന്ന് മെൽറ്റായിട്ട് അത് അവരെ ടൊറാക്സ് എന്ന് പറയുന്ന ഒരു സെൻട്രലുള്ള ഒരു പോർഷനിൽ വന്നിട്ടാണ് അത് കിടക്കുക. ആ കിടക്കുന്ന ഭാഗത്ത് നിന്ന് അവരെ കൂടുതൽ സെലക്ട് ചെയ്ത റാണിക്ക് അവരെന്ത് ചെയ്യും, അത് ഫീഡ് ചെയ്യും. ആ ഒരു ഫുഡ് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് അതിലുള്ള റാണിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ബാക്കിയുള്ള പെൺതേനീച്ചകളൊക്കെ വെറും 40 ദിവസം മുതൽ 128 ദിവസം വരെ ജീവിക്കുകയുള്ളൂ. പക്ഷെ റാണിയായിട്ടുള്ള തേനീച്ചകൾ ഏകദേശം 3 കൊല്ലം മുതൽ 5 കൊല്ലം വരെ ജീവിക്കും. അതാണ് റാണിയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. അതേപോലെ തീയിൽ കൂടെ വരെ സഞ്ചരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഡെയിലി 1000 മുട്ടകൾ ഇടാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെ ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട് റാണിക്ക്. ഈ സ്പെഷ്യാലിറ്റി ഒക്കെ വരുന്നതും ഈ ഒരു ഫുഡ് കഴിക്കുന്നതുകൊണ്ട് മാത്രമാണ്. അത് മനുഷ്യന്മാർ കഴിക്കുന്ന ആൾക്കാരുണ്ട്. അത് നമ്മളും സ്ഥിരമായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യുവത്വം നശിക്കൂല. അതേപോലെ നമ്മൾ എങ്ങനെയാണുള്ളത് അതേപോലെ നിൽക്കുന്നതാണ്. അതേപോലെ നമ്മുടെ ശരീരത്തിലെ അത് മെയിൻ എഫക്റ്റ് നമ്മളെ ക്രോമിക് ഡിസീസസിലാണ്. നമ്മുടെ ശരീരത്തിലെ ഈ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ പോലത്തെ രോഗങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ശരിക്കും അത് കുറയ്ക്കും. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ അതിനെ വരുത്തൂല. അതേപോലെ ഒരു സപ്ലിമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഡെയിലി ആവശ്യമായിട്ടുള്ള വിറ്റമിൻസിനും പ്രോട്ടീൻസും ഒക്കെ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതേപോലെ മെമ്മറി ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ സെല്ലുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നശിപ്പിച്ച് കളയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ള സാധനമാണ് ഈ റോയൽ ജെല്ലി എന്ന് പറയുന്നത്. വളരെ റെയറായിട്ടേ കിട്ടുള്ളൂ. ഒരു കൂടിൽ നിന്ന് വെറും 10-20 ഗ്രാം മാത്രമേ നമുക്ക് സെഗ്രിഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതിന് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമാണ്. സാധാരണ ഒരു ഹണിബി ജീവിക്കുന്നത് 120 ദിവസമാണ്. പക്ഷേ റോയൽ ജെല്ലി കഴിച്ചിട്ട് ഹണിബി 5 വർഷം വരെ ജീവിക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറൊക്കെ വളരെയധികം കൂട്ടുന്നുണ്ട്. അപ്പോൾ 120 ദിവസം ജീവിക്കുന്ന അതേ പെൺതേനീച്ച 5 വർഷം ജീവിക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് പവറുള്ള ഒരു സാധനം മനസ്സിലായി. എന്തായാലും മിക്സ് ചെയ്തിട്ട് എടുക്കാമല്ലോ. ഇതിപ്പോൾ 20 ഗ്രാമാണ് നമ്മൾ വാങ്ങിയത്. 20 ഗ്രാം വാങ്ങിയിട്ട് 300 ഗ്രാം സിദർ ഹണിയിലേക്ക് മിക്സ് ചെയ്യണം. പ്രോസസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് കേട്ടോ. നമ്മൾ ഈ റോട്ടിൽ നിന്നൊന്നും വാങ്ങരുത് എന്ന് പറയുന്ന ഈ ഒരു കാര്യമാണ്. 6 മണിക്കൂർ പ്രോസസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഇവിടുന്ന് നമുക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ ഇതിലത്തെ വാട്ടർ കണ്ടന്റ് വളരെ കുറവായിരിക്കണം ഉണ്ടാവേണ്ടത്. 20% താഴെ ആയിരിക്കണം വാട്ടർ കണ്ടന്റ്. അപ്പോൾ ഇതൊക്കെ കളഞ്ഞിട്ട് കിട്ടുന്ന ശുദ്ധമായ തേൻ എന്ന് പറയുന്നത് അതാണ് നമുക്ക് കഴിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ 3 മാസം കൊണ്ട് തന്നെ അതിനകത്ത് ഫെർമെന്റേഷൻ സംഭവിക്കും, അത് കേടാവും. അങ്ങനെ ഫോം രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കഴിക്കരുത് അല്ലേ? തുറക്കുന്ന സമയത്ത് ഗ്യാസ് പോലെ വരിക, പത വരുന്ന തേനൊക്കെ പലരും കഴിക്കാറുണ്ട്. ഇത് കളയുണ്ടാവും വിചാരിച്ചിട്ട് ദയവ് ചെയ്ത് കഴിക്കരുത്. ഇത്തരത്തിലുള്ള പ്രോസസ്സിൽ കഴിഞ്ഞ് മാത്രമേ കഴിക്കാവൂ അല്ലേ? അല്ലെങ്കിൽ 3 മാസം കൊണ്ട് തേൻ കംപ്ലൈന്റ് ആവും. യെസ്, നമ്മുടെ കുടലിനൊക്കെ ഒരുപാട് കംപ്ലൈന്റുകൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് നമ്മുടെ സാധാരണ റോ ഹണി. ഇതിനകത്ത് വെള്ളം കൂടുതലായിരിക്കും, കണ്ടില്ല? ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇനി ഇത് പ്രോസസ്സ് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇതിനകത്ത് വാട്ടർ കണ്ടന്റ് വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ഇത് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഇത് കുടിക്കാൻ പറ്റും ശരിക്കും. ഇതിന് മെഡിസിൻ വാല്യൂ ഒന്നുമില്ല, സാധാ വെള്ളമാണ്. ഇതാണ് നമ്മൾ കേടുവന്ന ഹണി. ഇതുണ്ട് ഫോമായിട്ട് കണ്ടില്ലേ? ഇത് പ്രോസസ്സിംഗ് ഒന്നും ഇല്ലാത്ത ഹണിയാണ്. റോയൽ ജെല്ലി ചേർത്തിട്ടുള്ള ഹണിയുടെ ഒരു കോമ്പിനേഷൻ ആണ്. ഇത് നമ്മൾ കഴിക്കുന്നത് എന്താ വെച്ചാൽ 10 ഗ്രാം ഒരു ദിവസം കഴിക്കാൻ പാടുള്ളൂ. 300 മില്ലിയാണ് കിട്ടുക. അപ്പോൾ ടോട്ടൽ 320 ml ഉണ്ടാവും. കഴിച്ചു നോക്കാല്ലേ?
ഇടുവാണ്. ഇത് 300 മില്ലിക്ക് 4200 രൂപയാണ് റോയൽ ജെല്ലി ചേർത്തതിന് പ്രൈസ് വരുന്നത്. ഡബിൾ ബോയിലിംഗ് വഴിയാണ് ഇതിന്റെ പ്രോസസ്സ് നടക്കുന്നത്. ഡയറക്റ്റ് ഹീറ്റ് ചെയ്യാനും പാടില്ല. ഡയറക്റ്റ് ഹീറ്റ് ചെയ്യരുത്, ഹണി ഒരിക്കലും ഡയറക്റ്റ് ഹീറ്റ് ചെയ്യരുത്. ലാബ് ടെസ്റ്റ് അല്ലാതെ ഒരു ഐഡിയയിലും ചെപ്പടി വിദ്യയിലും ഹണി ഒറിജിനലാണെന്ന് നമുക്കറിയാൻ സാധിക്കില്ല. ശരിക്കും തേൻ ഡയബറ്റിക്കുള്ളവർക്ക് കഴിക്കാമെന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം എന്താണ്? തേനിനകത്ത് ഉള്ളൊരു നെഗറ്റീവ് എപ്പോഴും സൂക്കോസ് കാണുന്ന കൂടിയ പഞ്ചസാരയില്ല. ആ തേനിനകത്ത് എപ്പോഴും 5% താഴെയുണ്ടാവും. അത് 0.5 ഉള്ള ഹണി നമുക്ക് അവൈലബിളാണ്. ഏറ്റവും പ്രീമിയം തേനിനകത്ത് സൂക്കോസ് കുറയുന്നതോറും ക്വാളിറ്റി കൂടുന്തോറും ക്വാളിറ്റി കുറയും. നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന വൈറ്റ് ഷുഗർ അതിനകത്ത് ശരിക്കും ഏകദേശം 96% സൂക്കോസ്. അതുകൊണ്ട് അത് ഡയബറ്റികൾക്ക് കഴിക്കാൻ കഴിയും. ഹണി ധൈര്യമായിട്ട് കഴിക്കാം. ശരിക്കും ഹണി കഴിക്കേണ്ടത് വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ, അല്ലാണ്ട് ഹണി ഡയറക്റ്റ് അല്ല കഴിക്കുന്നത്. ഇളം ചൂടുവെള്ളത്തിലാണ്. തേനും ഒരു പിഞ്ചും മഞ്ഞപ്പൊടി ഇത് മിക്സ് ചെയ്ത് രാവിലെ എപ്പോഴും എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് പിന്നെ ഏറ്റവും നല്ലതാണ്. ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷൻ ആണ്. ഇവരെ എക്സ്പെർട്ടുകളായതുകൊണ്ടാണ് ഇവർ തന്നെ സയന്റിഫിക് ആയിട്ട് റിസർച്ച് ചെയ്ത് സ്റ്റഡി ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഹണി ഇങ്ങനെ നൂല് പോലെ വരുന്നത് ഏറ്റവും നല്ല ഒരു ഹണിയുടെ ലക്ഷണമാണെന്ന് പറയാം. ഒരുപോലെ വരുന്നില്ല. ആഷിഫ് ഭായ് ഇവിടുത്തെ സ്റ്റോർ മാനേജറാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ പേജ് ഫോളോവർ കൂടിയാണ്. താങ്ക് യു സോ മച്ച്. നമുക്കിതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന ഇദ്ദേഹമാണ്. എല്ലാ ഭാഷയിലും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പോൾ ഇതിൻ്റെ അഡ്രസ്സും ലൊക്കേഷനും അടക്കം കമൻറ്റിൽ കൊടുക്കുന്നുണ്ട്. ഇനി വരുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുത്താൻ. ഒരു 4 പേർക്ക് വരണമെങ്കിൽ 100 രൂപയുള്ളൂ അല്ലേ ചാർജ്? നമുക്ക് ടിക്കറ്റ് പിന്നെ അഡൽട്ടും 30 രൂപയാണ്, ചൈൽഡ് 20 രൂപ. ഏകദേശം എല്ലാ തേനും ടേസ്റ്റ് ചെയ്യാൻ ഇവിടുന്ന് കിട്ടുന്നുണ്ട്. സ്കൂളിൽ ടേസ്റ്റ് ചെയ്യാൻ കിട്ടുന്നുണ്ട് അല്ലേ? എല്ലാം നമ്മൾ അതാത് പാഠങ്ങളിൽ അതാത് നോക്കിൽ കളക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? മൊത്തമായിരിക്കും. അപ്പോൾ 4-5 ടൈപ്പ് ഹണി ഇവിടുന്ന് നമ്മൾ ടേസ്റ്റ് ചെയ്ത് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം. നമ്മൾ ഫോഴ്സ് ചെയ്യുന്നൊന്നുമില്ല അല്ലേ? എന്തായാലും ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. സന്തോഷം. സലിം ഭായി ഇവിടെ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഹണി ക്രാഫ്റ്റിലേക്ക് സ്വാഗതം.